Hi students, 11th class chemistry some basic concept of chemistry last part എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ലിമിറ്റിംഗ് റിയേജൻസിനെ പറ്റിയാണ്. ലിമിറ്റിംഗ് റിയേജൻസ് നമുക്ക് കെമിക്കൽ റിയാക്ഷൻസും റിയാക്ഷൻസിനകത്ത് റിയാക്റ്റൻസ് കൂടി ചേർന്ന് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു ഒക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അവിടെ എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ്? എ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് അല്ലെങ്കിൽ റിയേജന്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ദ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് യൂസ്ഡ് അപ്പ് ഫസ്റ്റ് ആൻഡ് സ്റ്റോപ്പ് ദ റിയാക്ഷൻ ആൻഡ് ലിമിറ്റ്സ് ദ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ദാറ്റ് ക്യാൻ ഫോം. രണ്ട് റിയാക്റ്റൻസ് കൂടി ചേർന്ന് പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ അതിലത്തെ ഒരു റിയാക്റ്റൻ്റ് എമൗണ്ട്, ഏത് റിയാക്റ്റൻ്റെ എമൗണ്ട് ആണോ പ്രൊഡക്റ്റിനെ ആശ്രയിക്കുന്ന ആ പ്രൊഡക്റ്റിന്റെ അളവെന്ന് പറയുന്നത് ആ ലിമിറ്റിംഗ് റിയാക്റ്റന്റിന്റെ അളവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ദ ലിമിറ്റിംഗ് റിയേജന്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ is the substance that is totally consumed when the chemical reaction is completed. കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിയും ആ റിയാക്റ്റന്റ്. The amount of product formed is limited by this reagent since the reaction cannot continue without it. അന്നേരം ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എന്ന് പറഞ്ഞാൽ a limiting reactant in a chemical reaction is the substance that is used up first and stop the reaction and limits the amount of product that can form. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു 8 കാർ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് പറയേണ്ടത് 8 കാറാണ്. ആ കാറിന് റിയാക്റ്റൻസ് ആയിട്ട് വരുന്ന 8 കാർ ബോഡീസും 48 ടയേഴ്സുമാണ്. 48 ടയേഴ്സ്. അന്നേരം ഒരു കാറിന് നമുക്കറിയാം 4 ടയർ മതി അല്ലേ. 4 ടയർ ആകുമ്പോൾ 8 × 4 32 ടയറിന്റെ ആവശ്യമേ ഇവിടെ ഉള്ളൂ. 48 ടയറുണ്ട്. അന്നേരം ബാക്കി 16 ടയർ ഇവിടെ എക്സസ് ആയിട്ട് നിൽക്കുക. 16 ടയർ പ്രൊഡക്റ്റ് ആയിട്ട് 8 കാറാണ് ഉണ്ടായത്. 8 കാറ്. നിങ്ങൾക്ക് ഈ റിയാക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ 8 കാർ ബോഡീസ് എന്ന് പറയുന്നതാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ആ 8 കാർ ബോഡി വെച്ചാണ് ഇവിടെ പ്രൊഡക്റ്റ് ആയ 8 കാർ ഉണ്ടാകുന്നത്. ഇവിടെ ടയർ ഇഷ്ടം പോലെയുണ്ട്. ടയറിന് 16 ടയർ എക്സസ് ആയിട്ടിരിക്കുവാണ്. ആ 48-നകത്ത് നമ്മൾ 32 ടയർ എടുത്തിട്ടുള്ളൂ. ബാക്കി 16 ടയർ എക്സസ് ആയിട്ട് നിൽക്കുന്നു. എന്നാൽ ഇവിടെ 8 കാർ ബോഡീസ് ആണ് ലിമിറ്റിംഗ് റിയാക്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ആ 8 കാർ ബോഡീസിന്റെ അടിസ്ഥാനത്തിലാണ് 8 കാർ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലിമിറ്റിംഗ് റിയേജന്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എന്നാൽ എന്ത്? Limiting reactant, the reactant that is completely used in an reaction. ഇപ്പം നമ്മൾ 8 കാർ ബോഡി അതെന്താണ്? ലിമിറ്റിംഗ് റിയാക്റ്റന്റ്. That reactant that is completely used in an reaction, it determines the amount of product formed. ആ 8 കാർ ബോഡിയാണ് എത്ര പ്രൊഡക്റ്റ് ആയ 8 കാർ ഉണ്ടാകണമെന്ന് തീരുമാനിച്ചത്. എക്സസ് റിയാക്റ്റന്റ് ആണ് ടയർ. ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ റിയാക്ഷൻ. അവിടെ 48 ടയർ ഉണ്ടായിരുന്നു, അത് മുഴുവനും എടുത്തില്ല അല്ലേ. അതുകൊണ്ടാണ് അതിന് എക്സസ് റിയാക്റ്റന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ് ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് ഇൻ ആൻ റിയാക്ഷൻ. ലിമിറ്റിംഗ് റിയാക്റ്റന്റ് ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഫോം. അതുപോലെ എക്സസ് റിയാക്റ്റന്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എ റിയാക്ഷൻ. വേറെ എക്സാമ്പിൾ കൂടെ നോക്കാം. നല്ലൊരു ബേക്കറി ഐറ്റമാണ് ഹോട്ട് ഡോഗ് ഇൻ ബണ്ണ്. ഈ ഹോട്ട് ഡോഗ് ഇവിടെ നിങ്ങൾ ഹോട്ട് ഡോഗ് ഇൻ ബണ്ണിന് നമുക്ക് 4 ഹോട്ട് ഡോഗ് ഇൻ ബണ്ണാണ് ഉണ്ടാകേണ്ടത്. 4 പ്രൊഡക്റ്റാണ് നമുക്ക് ഇവിടെ ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടി റിയാക്റ്റൻസ് ആയിട്ട് ബണ്ണും ഹോട്ട് ഡോഗുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബണ്ണ് ഇവിടെ 4 എണ്ണമേ ഉള്ളൂ. ആ 4 ബണ്ണിന്റെ അകത്ത് ഹോട്ട് ഡോഗ് വെക്കുകയാണ്. എന്നിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും 5 ഹോട്ട് ഡോഗ് ഉണ്ട്, 4 ബണ്ണുമാണ്. ഈ 4 ബണ്ണ് ഇവിടെ ഉള്ളപ്പോൾ ആ 4 ബണ്ണിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. 4 പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുന്നു. അന്നേരം ഈ ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ബണ്ണാണ്.
ലിമിറ്റിംഗ് റിയാജന്റ് ബണ്ണാണ്. എക്സസ് റിയാജന്റ് ആയിട്ടുള്ളത് ഹോട്ട് ഡോഗ് ആണ്. കാരണം എന്താണ്, അവിടെ 5 ഹോട്ട് ഡോഗ് ഉണ്ട്, 4 മതി, 4 പ്രൊഡക്റ്റും ഉണ്ടായി. അതുകൊണ്ട് ലിമിറ്റിംഗ് റിയാജന്റ് ബണ്ണായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നമുക്ക് ഇവിടെ 8 സ്ലൈസ് ഓഫ് ബ്രെഡ് തന്നിരിക്കുന്നു. അതിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെ നമുക്ക് ബട്ടർ തന്നിട്ടുണ്ട്. ബട്ടർ, ഈ 8 സ്ലൈസ് സാൻഡ്വിച്ച് ഉണ്ടാക്കേണ്ടത്. സാൻഡ്വിച്ച് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു സാൻഡ്വിച്ചിന് 2 ബ്രെഡ് വേണം. അന്നേരം ഇവിടെ 4 സാൻഡ്വിച്ച് ഉണ്ടാക്കി. ബട്ടർ പിന്നെയും ബാക്കി കിടക്കുന്നു, ഇഷ്ടംപോലെ ബട്ടർ മിച്ചമുണ്ട്. ആ ബട്ടറിന് എക്സസ് റിയേജന്റ് എന്ന് പറയുന്നു. ആ 8 സ്ലൈസ് ഓഫ് ബ്രെഡിനെയാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. അതായത് ആ 8 കൂടി 4 സാൻഡ്വിച്ച് എന്ന പ്രൊഡക്റ്റായി മാറി അല്ലേ. അന്നേരം ബ്രെഡിന്റെ എണ്ണത്തിനനുസരിച്ച് നമ്മളിവിടെ പ്രൊഡക്റ്റ് ഉണ്ടായി മാറി. അതുകൊണ്ട് ആ ബ്രെഡിന് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നു. ഇനിയും നമുക്ക് ഉപയോഗിക്കാം ബട്ടർ, അതുകൊണ്ട് അതിനെ എക്സസ് റിയേജന്റ് ആയിട്ട് പറയുന്നു. അന്നേരം വിത്ത് 8 സ്ലൈസ് ഓഫ് ബ്രെഡ് ഓൺലി 4 സാൻഡ്വിച്ചസ് കുഡ് ബി മെയ്ഡ്. ദ ബ്രെഡ് ഇസ് ദ ലിമിറ്റിംഗ് ഐറ്റം. ഓക്കെ, ബ്രെഡ് ലിമിറ്റിംഗ് ഐറ്റം അല്ലെങ്കിൽ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നു. ആ ലിമിറ്റിംഗ് റിയേജന്റിന്റെ അടിസ്ഥാനത്തിലാണ് എത്ര പ്രൊഡക്റ്റ് ഉണ്ടാകണമെന്ന് നിർണ്ണയിക്കുന്നത്. നിങ്ങൾക്ക് NCERT-ക്കകത്ത് ഒരു പ്രോബ്ലം ഉണ്ട്. ഈ പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ. നമുക്കൊന്ന് ചെയ്യാം. ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാനാണ്. നമുക്കിവിടെ തന്നിരിക്കുന്നത് 50 kilogram nitrogen and 10 kilogram of hydrogen are mixed to produce ammonia. എന്താണ് ഇക്വേഷൻ? N2 plus 3H2 gives 2NH3. ഈ ഇക്വേഷൻ ക്വസ്റ്റ്യൻ ഇങ്ങനെ തരത്തേ ഉള്ളൂ. ഇക്വേഷൻ നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കണം. N2 plus 3H2 gives 2NH3. നിങ്ങൾ പഠിച്ചായിരുന്നു എങ്ങനെയാണ് ഒരു റിയാക്ഷൻ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു അമോണിയയുടെ പ്രൊഡക്റ്റ് നൈട്രജനും ഹൈഡ്രജനുമാണ് റിയാക്റ്റൻസ്. ഐഡന്റിഫൈ ദി ലിമിറ്റിംഗ് റിയേജന്റ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ഇൻ ദിസ് സിറ്റുവേഷൻ. ലിമിറ്റിംഗ് റിയേജന്റ് നൈട്രജൻ ആണോ ഹൈഡ്രജൻ ആണോ എന്ന് തിരിച്ചറിയണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന വിധം, അതിന് സ്റ്റെപ്പുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുക. ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതിയിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. റിയാക്റ്റൻസ് ആണ് നൈട്രജനും ഹൈഡ്രജനും. നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ആദ്യം കണ്ടുപിടിക്കാം. നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് മോൾസിന്റെ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത്? വെയിറ്റ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയിറ്റ്. വെയിറ്റ് ഇൻ ഗ്രാം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കിലോഗ്രാമിലാണ് നൈട്രജൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിന് നമ്മൾ 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് ഗ്രാം ആവുന്നു. 50 × 1000 അന്നേരം അത്രയും ഗ്രാം ആയി മാറുന്നു. ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ഓഫ് നൈട്രജൻ ആണ് 28. എന്നിട്ട് നമുക്ക് ആൻസർ കിട്ടുവാണ് 17.86 × 10² മോൾ നൈട്രജൻ ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ റിയാക്ഷൻ അടുത്തായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കണം. ഹൈഡ്രജന്റെ തന്നിരിക്കുന്ന 10 കിലോഗ്രാം ആണ്. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ദാറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയിറ്റ്. വെയിറ്റ് ഇൻ ഗ്രാം ആക്കുവാണെങ്കിൽ 10 കിലോയെ ഗ്രാം ആക്കുവാണെങ്കിൽ 10 × 1000. നമ്മൾ 10,000 ഗ്രാം ഇവിടെ കിട്ടി. എന്നിട്ട് നമുക്ക് കിട്ടുവാണ് 10 × 1000 ഡിവൈഡഡ് ബൈ ഹൈഡ്രജന്റെ മോളിക്കുലാർ വെയിറ്റ് ആണ് 2.016. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ നമുക്ക് ലഭിക്കുകയാണ് 4.96 × 10³ മോള്. 4.96 × 10³ മോള്. ഇപ്പം നിങ്ങൾ ചെയ്തത് ഒരു ലിമിറ്റിംഗ് റിയാജന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നപ്പോൾ ആദ്യം അതിൻ്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് തന്നിരിക്കുന്ന വെയിറ്റ് അനുസരിച്ച് നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റൻസിന്റെ കണ്ടുപിടിച്ചു. ഇത്രയും കാര്യമാണ് നമ്മളിപ്പം പറഞ്ഞു വെച്ചത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിനി ഈ ഇക്വേഷൻ എടുക്കുക. ബാലൻസ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ അനുസരിച്ച് നമ്മളൊന്ന് നോക്കുവാണ്. ഒരു നൈട്രജൻ മോളിന് 3 ഹൈഡ്രജൻ മോൾ വേണം. ഇത് രണ്ടും കൂടെ പ്രവർത്തിക്കുമ്പോൾ 2 മോൾ അമോണിയ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അക്കോർഡിംഗ് ടു this equation 1 mole nitrogen requires 3 mole hydrogen. Hence for 17.86 × 10² mole of nitrogen the mole of hydrogen required would be, അതായത് 1 mole നൈട്രജന് 3 mole ഹൈഡ്രജൻ ഇവിടെ ആവശ്യമുണ്ട്. നമുക്കിവിടെ തന്നിരിക്കുന്ന വെയിറ്റ് അനുസരിച്ച് നൈട്രജന്റെ മോൾ 17.86 × 10² ആണ്.
17.86 into 10 square mole നൈട്രജൻ വെച്ച് എത്ര ഹൈഡ്രജൻ ആവശ്യമുണ്ടെന്ന്. അന്നേരം നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുകയാണ്. 1 മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജൻ വേണം. Therefore 17.86 into 10 square mole nitrogen, that is equal to 3 mole hydrogen divided by 1 mole nitrogen into 17.86 into 10 square. മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ ഇക്വേഷൻ ലഭിച്ചെന്ന്? ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുവാണ് 5.36 into 10 cubed mole ഹൈഡ്രജൻ ആവശ്യമാണ് 17.86 into 10 square mole of നൈട്രജന്. അന്നേരം നമുക്ക് ഇവിടെ വെയിറ്റ് വെച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നമ്മൾ ഹൈഡ്രജന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചിരിക്കുന്നത് 4.96 into 10 cubed മോളാണ്. 4.96 into 10 cubed മോളാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇക്വേഷൻ അനുസരിച്ച് തിയററ്റിക്കൽ അനുസരിച്ച് 5.36 into 10 cubed മോൾ ഉണ്ട്. But we have only 4.96 into 10 cubed mole hydrogen. Hence, dihydrogen is the limiting reagent. നമുക്ക് തന്നിരിക്കുന്ന അനുസരിച്ച് ഹൈഡ്രജന്റെ വെയിറ്റ് അല്ലെങ്കിൽ മോൾ എന്ന് പറയുന്നത് 4.96 into 10 ക്യൂബ്ഡേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ കുറവുള്ളത് ഏതാണ്? ഹൈഡ്രജന്റെ അളവാണ്. 4.96 into 10 ക്യൂബ്ഡ് മോൾ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. സോ അമോണിയ വുഡ് ബി ഫോംഡ് ഓൺലി ഫ്രം ദ എമൗണ്ട് ഓഫ് അവൈലബിൾ ഡൈഹൈഡ്രജൻ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡൈഹൈഡ്രജൻ വെയിറ്റ് തന്നിരിക്കുന്ന ഹൈഡ്രജൻ വെച്ച് നമ്മൾ മോൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്നത് 4.96 into 10 ക്യൂബ്ഡ് മോളാണ്. എന്നാൽ അതനുസരിച്ചേ ഉള്ളൂ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാകത്തുള്ളൂ. പ്രൊഡക്റ്റ് എന്താണ്? അമോണിയ ഉണ്ടാകണം. 3 മോൾ ഹൈഡ്രജൻ ഗീവ്സ് 2 മോൾ അമോണിയ. അതെങ്ങനെയാണ് കിട്ടിയത്? ആ ഇക്വേഷൻ 3 മോൾ ഹൈഡ്രജൻ ഗീവ്സ് 2 മോൾ അമോണിയ എന്ന് പറയുന്നത് നൈട്രജൻ പ്ലസ് 3 ഹൈഡ്രജൻ ഗീവ്സ് 2NH3. അന്നേരം 3 മോൾ ഹൈഡ്രജൻ 2 മോൾ അമോണിയ തരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് മാസ് അനുസരിച്ചുള്ള എത്ര മോൾ ഉണ്ട് ഹൈഡ്രജൻ? 4.96 into 10 ക്യൂബ്ഡ് മോൾ ഹൈഡ്രജൻ ഉണ്ട്. അതനുസരിച്ച് നമുക്ക് ഇവിടെ ഉള്ള അമോണിയ എന്ന് പറയുന്നത് 2 മോൾ അമോണിയ ഡിവൈഡഡ് ബൈ 3 മോൾ ഹൈഡ്രജൻ ഇൻറ്റു 4.96 into 10 ക്യൂബ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.30 into 10 ക്യൂബ്ഡ് മോൾ അമോണിയ. 3.30 into 10 ക്യൂബ്ഡ് മോൾ ഓഫ് അമോണിയയാണ് നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് ആയ ഹൈഡ്രജൻ അനുസരിച്ച് ലഭിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റിൽ നിന്നാണ് അമോണിയ എത്രയുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ പഠിച്ചത് പ്രോബ്ലം ചെയ്യുക, ലിമിറ്റിംഗ് റിയേജന്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യം എന്താ ചെയ്തത്? ആദ്യം ക്വസ്റ്റ്യൻ അനുസരിച്ച് അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈഡ്രജൻ വെയിറ്റ് തന്നിരിക്കുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഇക്വേഷൻ അനുസരിച്ചുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ കണ്ടു. എന്നിട്ട് രണ്ടിനെയും കമ്പയർ ചെയ്തു. അതിനകത്ത് നിന്ന് മനസ്സിലാക്കി ലിമിറ്റിംഗ് റിയേജന്റ് ഹൈഡ്രജൻ ആണ് എന്ന് മനസ്സിലാക്കി. അത് വെച്ച് നമ്മൾ അമോണിയയുടെ നമ്പർ ഓഫ് മോൾസിനെ റീഅറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന എത്രയാണെന്ന്, ഈ റിയാക്ഷനകത്ത് എത്ര പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് മനസ്സിലാക്കി. ഓക്കെ, ലിമിറ്റിംഗ് റിയേജന്റ് ആയ ഹൈഡ്രജന്റെ അളവ് വെച്ചാണ് പ്രൊഡക്റ്റ് ആയ അമോണിയ ഫോം അതിന്റെ അളവ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് പാടായി, നമ്മളിപ്പം ചെയ്ത ആ പ്രോബ്ലം നിങ്ങൾക്ക് പാടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊരു എളുപ്പ വഴി സൂത്രപ്പണി പറഞ്ഞു തരാം. പക്ഷേ നിങ്ങൾ നേരത്തെ ഞാൻ പഠിപ്പിച്ച ആ മാർഗത്തിൽ NCERT ടെക്സ്റ്റിൽ കാണുന്ന പോലത്തെ ആ മെത്തേഡ് ഉപയോഗിച്ച് മാത്രമേ അത് ചെയ്യാവുള്ളൂ. ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ കണ്ടുപിടിച്ച് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഈ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. എളുപ്പ വഴിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ, ഫോർ എക്സാമ്പിൾ നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ ഗീവ്സ് 2NH3. അതിനകത്ത് ആ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് കൺവേർട്ട് റിയാക്റ്റൻസ് ഇൻറ്റു മോൾസ്. അതായത് നൈട്രജൻ ആണ് ഒരു റിയാക്റ്റന്റ്, ഹൈഡ്രജൻ വേറെ റിയാക്റ്റന്റ്. നൈട്രജന്റെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് വെയിറ്റ് 50 കിലോ ആയിരുന്നു, അത് ഗ്രാമിലോട്ടാക്കണം.
അന്നേരം 50,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി മോളിക്കുലാർ മാസ് ഓഫ് നൈട്രജൻ N2 28 ആണ്. 1786 മോൾ നൈട്രജൻ കിട്ടി. ഹൈഡ്രജൻ 10 കിലോ ആയിരുന്നു, അതിനെ ഗ്രാമിലോട്ടാക്കിയപ്പോൾ 10,000 ആയി. 10,000 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് H2 2.016, അങ്ങനെ 4960 മോളുണ്ടെന്ന് കണ്ടുപിടിച്ചു. നൈട്രജൻ 1786 മോളും ഹൈഡ്രജൻ 4960 മോളും. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കണ്ടുപിടിച്ച മോളിനെ നമ്മുടെ ഇക്വേഷനകത്തെ കോഎഫിഷ്യന്റ് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇപ്പം നൈട്രജൻ എന്ന് പറഞ്ഞാൽ അത് ഒറ്റ മോളിക്കൂളാണ്, എന്നാലും അതിൻ്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ഹൈഡ്രജന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. അന്നേരം നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ 1786 ആണ്, അതിനെ 1 കൊണ്ട് ഹരിച്ചപ്പോൾ 1786 തന്നെ കിട്ടി. ഹൈഡ്രജന്റെ കോഎഫിഷ്യന്റ് 3 ആണ്, അതായത് എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാണ് കോഎഫിഷ്യന്റ് കൊണ്ട് അർത്ഥം. 4960 3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 1653 കിട്ടി. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത ഈ നമ്പർ, ആ റിയാക്ടൻ വിത്ത് സ്മോൾ നമ്പർ ഇസ് ലിമിറ്റിങ്. നമുക്കറിയാം 1786 നൈട്രജൻ, ഹൈഡ്രജന്റെ 1653. ഇതിനകത്ത് ചെറിയ നമ്പർ ആരുടെയാണ്? ഹൈഡ്രജന്റെ ആണ്. അതുകൊണ്ട് പറയാണ് ഹൈഡ്രജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. എളുപ്പമല്ലേ? കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ മറ്റേ രീതി അനുസരിച്ച് തന്നെ ചെയ്യുക, NCERT ടെക്സ്റ്റിന്റെ രീതി അനുസരിച്ച് തന്നെ ചെയ്യുക. ചെയ്തു കഴിഞ്ഞ് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം കേട്ടോ. നമ്മള് ഹൈഡ്രജൻ ആണ് ലിമിറ്റിംഗ് റിയാക്ടന്റ് എന്ന ഈ ഇക്വേഷനകത്ത് കണ്ടുപിടിച്ച പ്രോബ്ലത്തിനകത്ത് പറയാണ്. നമുക്ക് പറയാം, ലിമിറ്റിംഗ് റിയാക്ടന്റ് ഈസ് ദ റിയാക്ടന്റ് that limits the extent of the reaction and determines the amount of product formed. ഹൈഡ്രജൻ വെച്ചാണ് അമോണിയയുടെ എത്ര വെയിറ്റ് ഉണ്ടെന്നുള്ള എത്ര ഫോം ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ എക്സസ് റിയാക്ടന്റ് ആരായിരുന്നു? നൈട്രജൻ ആയിരുന്നു. റിയാക്ടന്റ് ദാറ്റ് ലെഫ്റ്റ് ഓവർ വെൻ എ റിയാക്ഷൻ സ്റ്റോപ്പ്. അന്നേരം നൈട്രജൻ പിന്നെ അവിടെ കാണും. അങ്ങനെയുള്ള ആ നൈട്രജനെയാണ് എക്സസ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ പ്രോബ്ലം കൂടെ ചെയ്താലോ? ലിമിറ്റിംഗ് റിയാക്ടന്റ് കണ്ടുപിടിക്കാൻ. ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് റിയാക്ടന്റ് വെൻ 4.687 gram of SF4 react with a 6.281 gram of I2O5 to produce IF5 and SO2. ഇതാണ് നിങ്ങളുടെ റിയാക്ഷൻ. ആ റിയാക്ഷൻ നമുക്ക് എഴുതാം. ഇങ്ങനൊരു റിയാക്ഷൻ കിട്ടിയാൽ അത് എഴുതാൻ പഠിക്കണം. ആ ഇക്വേഷൻ ഇതാണ്: 5SF4 plus 2 I2O5 gives 4 IF5 plus 5 SO2. നമ്മൾ ബാലൻസ് ചെയ്ത കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അതനുസരിച്ച് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ലിമിറ്റിംഗ് റിയാക്ടന്റ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? നമ്മൾ എളുപ്പവഴി നമുക്ക് നോക്കാം. ഒന്ന്, കൺവേർട്ട് റിയാക്ടന്റ് ഇൻറ്റു മോള്. SF4ന്റെ വെയിറ്റ് തന്നിരിക്കുന്നത് 4.687 ആണ്. അതിന്റെ മോളിക്കുലാർ മാസ് ആണ് 108.07. അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടുന്നു. ആ നമ്പർ ഓഫ് മോൾസ് 0.0433 മോളാണ്. അതുപോലെ അടുത്ത റിയാക്ടന്റ് I2O5 6.281 gram ആണ് തന്നിരിക്കുന്നത്. അതിന്റെ നമ്പർ ഓഫ് മോൾസ് ആക്കാൻ അതിന്റെ മോളിക്കുലാർ മാസ് ആയ 333.85 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നു. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ മോളിനെ കോഎഫിഷ്യന്റ് വെച്ച് ഡിവൈഡ് ചെയ്യുക. നമുക്ക് ആൻസർ കിട്ടുവാണ് 0.00867 0.0094. അന്നേരം ഈ നമ്പറിനകത്ത് SF4ന്റെ സൾഫർ ടെട്രാഫ്ലൂറൈഡിന്റെ എമൗണ്ട് ആണ് കുറവ്. സ്മോൾ നമ്പർ ആണ്. അതുകൊണ്ട് നമ്മൾ SF4 ആണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയാക്ടന്റ് എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് എളുപ്പ വഴിക്ക് ഒരു റിയാക്ഷനകത്തെ ലിമിറ്റിംഗ് റിയാജന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുവേണ്ടി സ്റ്റെപ്പ് 1 കൺവേർട്ട് റിയാക്ടന്റ് ഇൻറ്റു മോൾ. സ്റ്റെപ്പ് 2 ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ്. സ്റ്റെപ്പ് 3 റിയാക്ടന്റ് വിത്ത് എ സ്മോൾ നമ്പർ ഈസ് ലിമിറ്റിംഗ്. ഓക്കെ, ഇനി റിയാക്ഷൻ നടന്നപ്പോൾ അതിനകത്ത് ലിമിറ്റിംഗ് റിയാക്ടൻസ് ഏതാണ്, എക്സസ് റിയാക്ടൻസ് ഏതാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്തായിട്ട് സൊല്യൂഷനകത്ത് പലതരത്തിൽ കോൺസെൻട്രേഷൻ പറയാം. അതായത് ഗാഢത നമുക്ക് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. മാസ് പെർസെന്റ്,
മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി. അതായത് സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സോൾവെന്റ് പ്ലസ് സൊല്യൂട്ട്. ഒരു സൊല്യൂഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് ഇളക്കുമ്പോൾ അതൊരു സൊല്യൂഷൻ ആകും. ആ സൊല്യൂഷനകത്ത് സൊല്യൂട്ടാണ് പഞ്ചസാര, സോൾവെന്റ് ആണ് വെള്ളം. അന്നേരം കൂടുതലായിട്ടുള്ളതാണ് സോൾവെന്റ്, കുറവായിട്ടുള്ളതാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഗാഢത, സൊല്യൂഷന്റെ ഗാഢത പല ടേംസിൽ പറയുന്നു. ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 4 ടേംസിൽ പറയുന്നതാണ്: മാസ് പെർസെന്റ്, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി. ഓക്കെ, 4 ഡിഫറെന്റ് കോൺസെൻട്രേഷൻ. ഒന്നാമത്തെ കോൺസെൻട്രേഷൻ മാസ് പെർസെന്റേജ്. ഒരു ഇലമെന്റിന്റെ മാസ് പെർസെന്റേജ് ആണെങ്കിൽ മാസ് ഓഫ് ഇലമെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100, പെർസെന്റേജ് ഓഫ് മാസ് ഓഫ് ഇലമെന്റ്. ഇനി സൊല്യൂഷനകത്താണെങ്കിൽ നമുക്ക് ബൈനറി സൊല്യൂഷൻ, മാസ് പെർസെന്റേജ് ഈസ് യൂസ്ഡ് ബൈ ഓൺലി ബൈനറി സൊല്യൂഷൻ, സൊല്യൂട്ടും സോൾവെന്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻ ഓഫ് വെരി സ്മോൾ ക്വാണ്ടിറ്റീസ്. വെരി സ്മോൾ ക്വാണ്ടിറ്റിയുടെ കാൽക്കുലേഷന് വേണ്ടിയാണ് ഈ ഗാഢത ഉപയോഗിക്കുന്ന മാസ് പെർസെന്റേജ്. നമുക്കൊരു മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എ സൊല്യൂഷൻ ഈസ് പ്രിപ്പയർഡ് ബൈ ആഡിങ് 2 gram of a substance A to 18 gram of water. ഇവിടെ 18 gram of water എന്ന് പറയുന്നതാണ് സോൾവെന്റ്, സബ്സ്റ്റൻസ് എ എന്ന് പറയുന്നതാണ് സൊല്യൂട്ട്. കാൽക്കുലേറ്റ് ദ മാസ് പെർസെന്റേജ് ഓഫ് ദ സൊല്യൂട്ട്. മാസ് പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട് എ കണ്ടുപിടിക്കാൻ വേണ്ടി that is equal to mass of A divided by mass of solution into 100. മാസ് ഓഫ് എ തന്നിട്ടുണ്ട്, ഇവിടെ 2 gram തന്നിട്ടുണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്. സൊല്യൂട്ടാന്റെ മാസ് 2 gram ആണ്. വെള്ളത്തിന്റെ അളവ് തന്നിരിക്കുന്നത് 18 gram ഓഫ് വാട്ടർ എന്നാണ്. അന്നേരം 2 + 18 ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂഷൻ. 2 എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട്, 18 എന്ന് പറയുന്നത് മാസ് ഓഫ് സോൾവെന്റ്. അന്നേരം നമുക്ക് 20 കിട്ടി മാസ് ഓഫ് സൊല്യൂഷൻ. 2/20 into 100 that is equal to 10%. എളുപ്പമല്ലേ മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ? ഓക്കെ, മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100, അല്ലെങ്കിൽ ഏത് വസ്തുവിന്റെ ആണോ കണ്ടുപിടിക്കേണ്ടത് അത് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അടുത്ത കോൺസെൻട്രേഷൻ ടേമാണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്താ? മോൾ എന്ന് പറഞ്ഞാൽ മോൾ എന്ന് പറഞ്ഞാൽ മോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്, അല്ലെ? മോൾ ഫ്രാക്ഷൻ ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. സൊല്യൂഷനകത്താണെങ്കിൽ സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ഗീവ്സ് സൊല്യൂഷൻ. മോൾ ഫ്രാക്ഷൻ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ സിമ്പിൾ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സ് മോൾ ഫ്രാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മോൾസ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, മോൾ ഫ്രാക്ഷൻ is the number of moles of that component divided by the total number of moles of solute and a solvent. Mole fraction is defined as the ratio of number of moles of a particular component to the total number of moles of the solution. If a substance A dissolved in substance B and their number of moles are Na and Nb, എ എന്ന് പറയുന്ന സബ്സ്റ്റൻസും ബി എന്ന് പറയുന്ന സബ്സ്റ്റൻസും കൂടെ കൂടി ചേർന്ന് സൊല്യൂഷൻ ഉണ്ടായി. എയുടെ നമ്പർ ഓഫ് മോൾസ് ആണ് Na, ബിയുടെ നമ്പർ ഓഫ് മോൾസ് ആണ് Nb. അന്നേരം നമുക്ക് അതിന്റെ മോൾ ഫ്രാക്ഷൻ എ എന്ന് പറയുന്നത് എക്സ് എ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ബിയുടെ മോൾ ഫ്രാക്ഷൻ ആണ് XB. XA ദാറ്റ് ഈസ് ഈക്വൽ ടു Na ഡിവൈഡഡ് ബൈ Na പ്ലസ് Nb. വാട്ട് ഈസ് Na? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ. Na പ്ലസ് Nb എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. അതുപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? XB ദാറ്റ് ഈസ് ഈക്വൽ ടു Nb ഡിവൈഡഡ് ബൈ Na പ്ലസ് Nb. ഇവിടെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കുക, രണ്ട് സബ്സ്റ്റൻസിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1ന് തുല്യമായിരിക്കും.
മോൾ ഫ്രാക്ഷൻ ഓഫ് എ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു, എക്സ് എ അറിയാൻ മേല, എക്സ് ബി അറിയാം. അങ്ങനെയാണെങ്കിൽ എക്സ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ബി. ഓക്കെ, mole fraction is simply the number of moles of a particular substance compared to the total number of moles. Since the number of moles of one substance is a mixture can never be more than total number of moles. The mole fraction for a substance always ranges between 0 and 1. അതാണ് പറഞ്ഞത് എക്സ് എ പ്ലസ് എക്സ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും മോൾ ഫ്രാക്ഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഓൾവേസ് റേഞ്ചസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. 0യ്ക്കും 1നും ഇടയ്ക്കായിരിക്കും അതിൻ്റെ മോൾ ഫ്രാക്ഷൻ നിൽക്കുന്നത്. എക്സ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ എ ബൈ എൻ എ പ്ലസ് എൻ ബി. ഇനി എക്സ് ബി ആണെങ്കിലോ എക്സ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ബി ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് കൂടിച്ചേരുമ്പോഴാണ് സൊല്യൂഷൻ നമുക്ക് ലഭിക്കുന്നത്. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു moles of solute divided by total moles of solution. Mole fraction of solvent that is equal to moles of solvent divided by total moles of solution. അതുകൊണ്ട് mole fraction of solute plus mole fraction of solvent that is equal to 1. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 0.100 mole of sodium chloride is dissolved in 100 grams of pure H2O. വാട്ട് ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്? അതായത് സോഡിയം ക്ലോറൈഡും വെള്ളവും കൂടെ കൂടി ചേർന്നൊരു സൊല്യൂഷൻ ഉണ്ടായി. 100 ഗ്രാം വെള്ളത്തിനകത്തോട്ട് 0.100 മോൾ സോഡിയം ക്ലോറൈഡ് ഇട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചു. വാട്ട് ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് എന്നാണ്. അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് XNaCl നമുക്ക് കൊടുക്കാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മോൾ ഫ്രാക്ഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്? മോൾസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. ടോട്ടൽ മോൾസ് ഓഫ് സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മോൾസ് ഓഫ് സോഡിയം ക്ലോറൈഡ് പ്ലസ് മോൾസ് ഓഫ് സോൾവെന്റ്. നമുക്കന്നേരം മോൾസ് ഓഫ് സോൾവെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ഓഫ് സോൾവെന്റ് തന്നിരിക്കുന്നത് 100 ഗ്രാം മാസ് ഓഫ് സോൾവെന്റ്. നമുക്കറിയാം മോൾസ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ഇവിടെ വെള്ളമാണ് തന്നിരിക്കുന്നത്. വെള്ളത്തിന്റെ മാസ് ഇൻ ഗ്രാം 100 ആണ്. ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സോൾവെന്റ് H2O. H2Oയുടെ മോളാർ മാസ് 18. എന്നിട്ട് നമുക്ക് ആൻസർ കിട്ടുവാണെങ്കിൽ 100/18 ദാറ്റ് ഈസ് ഈക്വൽ ടു 5.56 മോൾ. 5.56 മോൾ കിട്ടി. അടുത്ത മോളാരുടെ കണ്ടുപിടിക്കേണ്ടത് സോഡിയം ക്ലോറൈഡിന്റെ തന്നിട്ടുണ്ട് 0.100 മോളാണ്. അതിന്റെ മോൾ ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കുകയാണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മോൾസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. മോൾസ് ഓഫ് സോഡിയം ക്ലോറൈഡ് 0.100 ഡിവൈഡഡ് ബൈ ടോട്ടൽ മോൾസ് ഓഫ് സൊല്യൂഷൻ, അതായത് മാസ് ഓഫ് സോൾവെന്റ് 5.56 പ്ലസ് മോൾസ് ഓഫ് സോഡിയം ക്ലോറൈഡ് 0.100 ആണ്. നമുക്ക് ആൻസർ കിട്ടുവാണ് 0.018. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് സബ്സ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മോൾസ് ഓഫ് സൊല്യൂഷൻ. ടോട്ടൽ മോൾസ് ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് മോൾസ് ഓഫ് സോൾവെന്റ് വെച്ചാണ്. ഇപ്പം നിങ്ങൾക്ക് സൊല്യൂട്ടിൻ്റെ മോള് 0.5 മോളും സോൾവെന്റിന്റെ 0.5 മോളും ആണെങ്കിൽ സൊല്യൂഷന്റെ ടോട്ടൽ മോൾ എന്ന് പറയുന്നത് 1 മോൾ ആയിരിക്കും. ഓക്കെ, 1 മോൾ. അടുത്ത കോൺസെൻട്രേഷൻ, സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢതയെ വ്യക്തമാക്കുന്ന വേറൊരു കോൺസെൻട്രേഷൻ ടേമാണ് മൊളാരിറ്റി. നമ്മൾ ലാബിലൊക്കെ നിങ്ങൾക്ക് വോളിമെട്രിക് അനാലിസിസിനൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് മൊളാരിറ്റി വെച്ച് ഓരോ സൊല്യൂഷനും ഗാഢതയുണ്ട്, ഇന്ന കോൺസെൻട്രേഷൻ ഉണ്ട്. അതനുസരിച്ചാണ് ഞങ്ങൾ നിങ്ങൾക്ക് സൊല്യൂഷൻ നിർമ്മിക്കുന്നത്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് യൂണിറ്റ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ M. ക്യാപിറ്റൽ M ആണ് മൊളാരിറ്റിക്ക് ഉപയോഗിക്കുന്നത്. It is defined as the number of moles of the solute in 1 liter of the solution. 1 liter of the solution, number of moles of the solute in 1 liter of the solution. Molarity കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് moles of solute divided by volume of solution in liter. Molarity of a solution depends upon temperature.
അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആ ഇക്വേഷനിൽ നിന്ന് തന്നെ മനസ്സിലാകാം എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. മൊളാറ്റിയുടെ ഇക്വേഷൻ ആണ് മൊളാറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. വോളിയം എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് മൊളാരിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, മൊളാരിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ. ഓക്കെ, ഒരു മൊളാരിറ്റിയുടെ ഇക്വേഷൻ പഠിക്കുകയാണ്. മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. നമുക്ക് ഒരു മൊളാരിറ്റി, സൊല്യൂഷന്റെ മൊളാരിറ്റി ഗാഢത എങ്ങനെ കണ്ടുപിടിക്കാം? വാട്ട് ഈസ് എ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 0.32 moles of NaCl in 3.4 liter? മൊളാരിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? മൊളാരിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചല്ലോ. മൊളാരിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ. ഇവിടെ തന്നിരിക്കുന്നത് 0.32 moles ഓഫ് സോഡിയം ക്ലോറൈഡ് ആണ്. ലിറ്റർ തന്നിട്ടുണ്ട് 3.4 liter. സോൾവ് ചെയ്യുമ്പം 0.094 മോളാർ NaCl. എം, ക്യാപിറ്റൽ എം ആണ് അവിടുത്തെ സിമ്പിള്. ഓർത്തിരിക്കുക, മൊളാരിറ്റി. ഇങ്ങനെ പല തരത്തിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നിങ്ങളുടെ NCERT ടെക്സ്റ്റിനകത്തുള്ളൊരു പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് NaOH ഇൻ ദ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് ഇറ്റ്സ് 4 gram ഇൻ വാട്ടർ ടു ഫോം 250 ml ഓഫ് ദ സൊല്യൂഷൻ. ഉടനെ നിങ്ങൾ മൊളാരിറ്റിയുടെ ഇക്വേഷൻ അങ്ങ് ഓർത്തെഴുതുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ ആണ് എന്താ നമ്മുടെ ഇക്വേഷൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ തന്നിരിക്കുന്നത് വെയിറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. മോളാർ മാസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. മോളാർ മാസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് 40 gram ആണ്. 40 gram. അതുകൊണ്ട് നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി മാസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് 4 gram ആണ്, ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് NaOH 40 gram. നമുക്ക് ആൻസർ കിട്ടുവാണ് 0.1 mol എന്ന് ആൻസർ കിട്ടി. 0.1 mol. 250 ml ആണ്. 250 ml ലിറ്ററിലോട്ട് ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 250 നമുക്ക് 0.250 ലിറ്റർ ആകും. 0.250 ലിറ്റർ ആകും. ഇത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുകയാണ് 0.4 per mol. ആ പെർ മോളിന് നമ്മൾ മൊളാരിറ്റി എന്ന ടേം ഉണ്ടാക്കാം. മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ. ഓർത്തിരിക്കുക. നമ്മളിപ്പം മൊളാരിറ്റി ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. മൊളാരിറ്റിയുടെ ഇക്വേഷൻ ആദ്യം അറിഞ്ഞിരിക്കുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ വെയിറ്റും അതിൻ്റെ മോളിക്കുലാർ മാസ് അറിഞ്ഞിരിക്കണം. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് 40 ആണ്. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടും, ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ. വോളിയം ഇൻ ലിറ്റർ 250 ml ആണെങ്കിൽ അതിന് നമ്മൾ എന്തിലോട്ടാക്കണം? ലിറ്ററിലോട്ടാക്കണം. 250 ml ലിറ്ററിലോട്ടാക്കിയപ്പോൾ എന്തായി മാറി? 0.250 ലിറ്ററായി മാറി. 0.250 1000 കൊണ്ട് ഇത് ചെയ്യണം. ഈ മൊളാരിറ്റിയുടെ കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ, ഇൻ സം കേസസ് ടു ഫൈൻഡ് ദ മാസ് ഓഫ് എ സർട്ടൻ കോമ്പൗണ്ട്, വോളിയം ഓഫ് എ കോമ്പൗണ്ട്, mass of the second compound and volume of the second compound will be given. In that case we apply the formula M1V1 that is equal to M2V2. നമുക്ക് മൊളാരിറ്റി നമുക്കറിയാമെങ്കിൽ നമ്മൾ അടുത്ത ഒരു കൺസെപ്റ്റാണ് M1V1 that is equal to M2V2. ഇത് വെച്ചാണ് നിങ്ങൾ നമ്മുടെ വോളിയോമെട്രിക് അനാലിസിസിനകത്തൊക്കെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. M1V1 that is equal to M2V2. രണ്ട് സൊല്യൂഷൻ്റെ മൊളാരിറ്റി വെച്ച് നമുക്ക് M1ഉം V1ഉം M2ഉം V2 ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത കോൺസെൻട്രേഷൻ ടേമാണ് മൊളാലിറ്റി. ശ്രദ്ധിക്കുക, മറ്റേത് മൊളാരിറ്റി ആയിരുന്നു. മൊളാരിറ്റി ഇത് അത് ക്യാപിറ്റൽ M കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്തത്. ഇത് മൊളാരിറ്റി സ്മോൾ m ആണ്. മൊളാരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. എന്തായിരുന്നു മൊളാരിറ്റിക്ക് വ്യത്യാസം? മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ ആയിരുന്നു, ഇൻ ലിറ്റർ. ഇവിടെ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ് വരുന്നത്. എക്സ് മോൾസ് ഓഫ് സൊല്യൂട്ട് കിലോഗ്രാം ഓഫ് സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുന്നു. അന്നേരം അതനുസരിച്ചാണ് അതിന്റെ കോൺസെൻട്രേഷൻ പറയുന്നത് മൊളാലിറ്റി എന്നാണ്. മൊളാലിറ്റി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kilogram ഓഫ് ദ സോൾവെന്റ്. 1 kilogram സോൾവെന്റിനകത്ത് പ്രസന്റ് ആയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ്
മൊളാലിറ്റി എന്ന് പറയുന്നത്. മൊളാലിറ്റി സ്മോൾ എം കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മൊളാലിറ്റി ഓഫ് എ സൊല്യൂഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ. ഓർക്കുക, മൊളാലിറ്റി ടെമ്പറേച്ചറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഡസ് നോട്ട് ചേഞ്ച്. എന്നാൽ മൊളാലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് ചേഞ്ച് ചെയ്യുന്നു. നമുക്ക് മൊളാലിറ്റിയുടെ ഒരു പ്രോബ്ലം, NCERT പ്രോബ്ലം ഒന്ന് ചെയ്യാം. The density of 3 molar solution of NaCl is 1.25 gram. Calculate the molality of the solution. ഇവിടെ M തന്നിട്ടുണ്ട്, 3 mol per liter ആണ്. മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ 1 ലിറ്റർ എന്ന് പറയുന്നത് 3 × 58.5. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? വെയിറ്റ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അങ്ങനെയാണെങ്കിൽ മാസ് ഇൻ ഗ്രാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മാസ് ഇൻ ഗ്രാം നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ആണ് 3, മോളാർ മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ആണ് 58.5. നോട്ട് ചെയ്യുക, സോഡിയം ക്ലോറൈഡ് 58.5. നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് എത്രയായിരുന്നു? മോളാർ മാസ് 40. അതൊക്കെ ഈ നിങ്ങൾ ഈ ടെക്സ്റ്റിനകത്ത് തന്നിരിക്കുന്ന മോളാർ മാസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 175.5 ഗ്രാം. ഇനി മാസ് ഓഫ് 1 ലിറ്റർ സൊല്യൂഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 × 1.25. 1.25 ഇവിടുന്ന് എങ്ങനെ കിട്ടിയത്? The density of 3 molar solution of sodium chloride is 1.25 gram. അതിന് ഡെൻസിറ്റി, മാസ് ഓഫ് 1 ലിറ്റർ സൊല്യൂഷൻ എന്ന് പറയുന്നത് 1000 × ഡെൻസിറ്റി ആണ്. നമുക്ക് 1250 ഗ്രാം, 1250 ഗ്രാം ആണ് കിട്ടുന്നത്. മാസ് ഓഫ് വാട്ടർ ഇൻ സൊല്യൂഷൻ, ഈ മാസ് ഓഫ് 1 ലിറ്റർ സൊല്യൂഷൻ മൈനസ് 75.5 വെച്ച് നമ്മൾ കുറയ്ക്കുമ്പോൾ, അതായത് നമുക്ക് എവിടെ അറിയാം 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 1250 ഗ്രാം. ഡെൻസിറ്റിയാണ് 1.25. 75.5 കൊണ്ട് നമുക്ക് ഇതാക്കുമ്പോൾ നമുക്ക് 1074.5 ഗ്രാം കിട്ടുന്നു. മൊളാലിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ് 1.0745 കിലോഗ്രാം. 1.075 കിലോഗ്രാം കൊണ്ട് നമ്മൾ 3 മോളിനെ ഡിവൈഡ് ചെയ്യുന്നു. അതിന് നമുക്ക് 2.79 മൊളാലിറ്റി, 2.79 മൊളാലിറ്റിയാണ് ലഭിക്കുന്നത്. ഓക്കെ, ഇനി 2 മെയിൻ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് ആണ് മൊളാലിറ്റി, മൊളാലിറ്റി. ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്, അതൊന്നും കൂടെ നമുക്കൊന്ന് സമപ്പ് ചെയ്യാം. Molality is the most widely used unit and is denoted by capital M. It is defined as the number of moles in solute upon volume of solution in liters. Molality is defined as the number of moles of solute present in 1 kilogram of the solvent. It is denoted by small m. എപ്പോഴും കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു കാര്യമാണ് മൊളാലിറ്റി, മൊളാലിറ്റി. മൊളാലിറ്റി കേൾക്കുമ്പോഴേ നിങ്ങൾ 1 ലിറ്റർ അല്ലെങ്കിൽ ഇൻ ലിറ്റർ എന്ന് ഓർക്കുക, മൊളാലിറ്റി ഇൻ കിലോഗ്രാം എന്ന് ഓർക്കുക. മൊളാലിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. മൊളാലിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. മൊളാലിറ്റി ഈസ് നോട്ട് പ്രിഫേർഡ്, മൊളാലിറ്റി ഈസ് പ്രിഫേർഡ്. ഓക്കെ, അന്നേരം മെയിനായിട്ടുള്ള 2 മെയിനായിട്ടുള്ള കോൺസെൻട്രേഷൻ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ടേംസ് ആണ് മൊളാലിറ്റി, മൊളാലിറ്റി. ഇന്ന് നമ്മൾ പഠിച്ച ഇമ്പോർട്ടൻറ്റ് ടേംസ്, ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ വൈൻഡപ്പ് ചെയ്യാം. മാസ് പെർസെൻറ്റേജ് ഓഫ് ഇലമെന്റ്. ആദ്യം കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്റ്റൻസ് പറയാണ്. മാസ് ഓഫ് ദാറ്റ് ഇലമെന്റ് ഇൻ ദ കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100. ഇനി സൊല്യൂഷനകത്താണെങ്കിൽ മാസ് പെർസെൻറ്റേജ് ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. മോൾ ഫ്രാക്ഷൻ അടുത്ത കോൺസെൻട്രേഷൻ ടേം ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പർട്ടിക്കുലർ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. മൊളാലിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ലാസ്റ്റത്തെ കോൺസെൻട്രേഷൻ മൊളാലിറ്റി. മൊളാലിറ്റി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇതെല്ലാം കോൺസെൻട്രേഷനെ
സൂചിപ്പിക്കുന്ന പലതരത്തിലുള്ള ടേംസ് ആണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ലിമിറ്റിംഗ് റിയേജന്റ്, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണാൻ ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.